നമസ്കാരം. ഒറ്റപ്പെട്ട സംഭവങ്ങളെ ചൂണ്ടിക്കാട്ടി ചെറുതാക്കി കാണിക്കരുതെന്ന് ടൂറിസം വകുപ്പ് പറയുമ്പോഴും ഏറെ കൊട്ടിയാഘോഷിച്ചത് തുടങ്ങിയ കേരളത്തിലെ കാരവൻ ടൂറിസം പദ്ധതി പച്ചതൊട്ടില്ല. അതിനു പിന്നാലെ മറ്റൊരു പദ്ധതി കൂടി പ്രതിസന്ധിയിലാണ്. ടൂറിസം വകുപ്പ് തുടങ്ങിയ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ ഒന്നൊഴികെ എല്ലാം അടച്ചുപൂട്ടി. വിവരാവകാശ പ്രകാരം ലഭിച്ച മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമായത്. സംസ്ഥാനത്ത് എത്ര ജില്ലകളിലാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ആരംഭിച്ചതെന്നും അവ എവിടെയൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നും വ്യക്തമാക്കാമോ എന്നതായിരുന്നു ഒരു ചോദ്യം. കോഴിക്കോട് ബേപ്പൂർ, കണ്ണൂർ മുഴുപ്പിലങ്ങാട്, മലപ്പുറം താനൂർ, കാസർഗോഡ് ബേക്കൽ, തിരുവനന്തപുരം വർക്കല, തൃശൂർ ചാവക്കാട്, എറണാകുളം കുഴിപ്പള്ളി എന്നിവിടങ്ങളിലാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ ആരംഭിച്ചത്. നിലവിൽ പ്രവർത്തിക്കുന്നത് എറണാകുളം കുഴിപ്പള്ളിയിൽ മാത്രമാണ്. അതായത് മറ്റ് 6 ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകളും അടച്ചുപൂട്ടി എന്നാണ് വിവരാവകാശ മറുപടിയിൽ വ്യക്തമാക്കുന്നത്. ഇവയോരോന്നിനും എത്ര രൂപയാണ് ചെലവഴിച്ചതെന്നായിരുന്നു മറ്റൊരു ചോദ്യം. ചെലവുകൾ സംബന്ധിച്ച വിവരങ്ങൾ ഒന്നും തന്നെ ടൂറിസം വകുപ്പിന്റെ പരിഗണനയിൽ വരുന്നതല്ലെന്നും അതാത് ജില്ലയിലെ DTPC, BRDC മുഖേനയാണെന്നുമാണ് മറുപടി. ഓരോ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ നിന്നും സർക്കാരിന് ലഭിച്ച വരുമാന കണക്കും ടൂറിസം വകുപ്പിന്റെ കയ്യിലില്ല. അതെല്ലാം DCPCയുടെയോ BRDCയുടെയോ പക്കലാണുള്ളത്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ടിക്കറ്റ് നിരക്കുകളുടെ കാര്യത്തിലും ഇത് തന്നെയാണ് മറുപടി. സംസ്ഥാനത്തെ കടൽ തീരമുള്ള 9 ജില്ലകളിൽ തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ച പദ്ധതി 7 ജില്ലകളിലാണ് നടപ്പാക്കിയത്. ഓരോ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിനും 1 കോടിയിലേറെ രൂപ ചെലവഴിച്ചിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപകടത്തിൽപ്പെട്ട് നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. 15 പേർ കടലിൽ വീഴുകയും പദ്ധതി സുരക്ഷിതമല്ലെന്ന് തെളിയുകയും ചെയ്തു. ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും സർക്കാരിന്റെയും വേണ്ടപ്പെട്ടവർക്കാണ് പദ്ധതികളുടെ കരാർ നൽകിയതെന്നും കൃത്യമായ ചെലവ് ആർക്കും അറിയാത്തതിനാൽ വലിയ അഴിമതിക്ക് സാധ്യതയുണ്ടെന്നും ആരോപണമുണ്ട്. 7 ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ തുടങ്ങിയിട്ട് ഒരെണ്ണം ഒഴികെ എല്ലാ പ്രവർത്തനരഹിതമെന്ന് ടൂറിസം വകുപ്പ് തന്നെ വ്യക്തമാക്കുമ്പോൾ പദ്ധതി നടത്തിപ്പിലെ ഗുരുതര വീഴ്ചകളും ആസൂത്രണത്തിലെ പിഴവുമാണ് വ്യക്തമാകുന്നത്. വലിയ തിരമാലകളുള്ള സ്ഥലങ്ങളിൽ ഇത് പ്രായോഗികമല്ലെന്ന് തിരിച്ചറിഞ്ഞതോടെ പദ്ധതി ഉപേക്ഷിച്ച മട്ടാണ്. ഇതുവഴി കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നഷ്ടമായിരിക്കുന്നത്. തായ്ലൻഡ് പോലെ അധികം തിരകളില്ലാത്ത രാജ്യങ്ങളിലെ ബീച്ചുകളിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് വേണ്ടത്ര പഠനം നടത്താതെ മഴക്കാലത്ത് പ്രക്ഷുബ്ധമാകുന്ന കേരളത്തിലെ ബീച്ചുകളിൽ നടപ്പിലാക്കി ഇപ്പോൾ ഉപേക്ഷിക്കേണ്ടി വന്നത്. കണ്ണാടിപ്പാലങ്ങളുടെ കാര്യത്തിലും ഈ അനാസ്ഥ കാണാം. തിരുവനന്തപുരം ആക്കുളത്തെ കണ്ണാടിപ്പാലം പണി പൂർത്തിയാക്കിയെങ്കിലും പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ 1 വർഷത്തിലേറെ വേണ്ടി വന്നു. ഏകദേശം 1.25 കോടി രൂപ മുടക്കി പണിത ഈ പാലം പണി പൂർത്തിയാക്കിയ ഉടൻ തന്നെ തൂണുകളുടെ സുരക്ഷയില്ലായ്മയും ഗ്ലാസിന് വിള്ളൽ വീണതും ഉൾപ്പെടെയുള്ള തകരാറുകൾ കണ്ടെത്തിയിരുന്നു. NIT കോഴിക്കോട് പാലം പരിശോധിക്കുകയും ഇത് പൊതുജനങ്ങൾക്ക് ഒട്ടും സുരക്ഷിതമല്ല എന്ന റിപ്പോർട്ട് നൽകുകയും ചെയ്തു. ഗ്ലാസ് പാളികൾ മാറ്റാനും തുരുമ്പിച്ച തൂണുകൾ ബലപ്പെടുത്താനും നിർദ്ദേശിച്ചു. നിർമ്മാണ പരിചയമില്ലാത്ത CPM ബന്ധമുള്ള യൂത്ത് ബ്രിഗേഡ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന സ്ഥാപനമാണ് പാലം നിർമ്മിച്ചത്. നിർമ്മാണം പരാജയപ്പെട്ടിട്ടും ഇതേ സ്ഥാപനത്തിന് തന്നെയാണ് പാലം പുതുക്കി പണിയാനുള്ള കരാറും മെയിന്റനൻസും നൽകിയിരിക്കുന്നത്. ആക്കുളം കണ്ണാടിപ്പാലം തുറന്നു കൊടുത്തെങ്കിലും ഒരാൾക്ക് 200 രൂപ ടിക്കറ്റ് നിരക്ക് ഈടാക്കുന്നത് അധികമെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്.